ഭൂരിഭാഗം ആളുകൾക്കും പേഴ്സണൽ ലോൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഹോം ലോൺ കിട്ടുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി ക്യാപിറ്റൽ കിങ്ഡം ഫിനാൻസ് സിഇഒ സഞ്ജയ് സേതുമാധവൻ സർ നമ്മുടെ കൂടെ ഉണ്ട്. സർ, എന്തൊക്കെയാണ് പറയാനുള്ളത്? കാരണം പേഴ്സണൽ ലോൺ ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ അതുള്ള സ്ഥിതിക്ക് പേഴ്സണൽ ലോൺ എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ? എലിജിബിൾ ആണെങ്കിൽ നമുക്കതിൽ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. പേഴ്സണൽ ലോൺ ഉള്ള കസ്റ്റമർക്ക് തന്നെ ഹോം ലോണും കാർ ലോണും എല്ലാം കിട്ടും. നിങ്ങൾ ഡോക്ടർ പ്രൊഫൈൽ നോക്കി നോക്കുക, അവരുടെ പ്രൊഫൈലിലുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും അവർക്ക് പേഴ്സണൽ ലോൺ ഉണ്ടായിരിക്കും, അതുപോലെ കാർ ലോൺ ഉണ്ടായിരിക്കും, പ്രോപ്പർട്ടി ലോൺ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം തടസ്സം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകമാണ്. നിങ്ങളുടെ ഇൻകം എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ലോണോ ഏത് ലോണാണ് നിങ്ങൾ അവൈലബിൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഇൻകം എന്ന് പറയുന്ന ഇപ്പൊ നമ്മള് മുൻപുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഇൻകത്തിന്റെ ഒരു ശതമാനം. അതെ അതെ, ഫിക്സഡ് ഒബ്ലിഗേഷൻ ഇൻകം റേഷ്യോ എന്ന് പറയും, ഫയർ എന്ന് പറയും. അത് 60%, EMI സെർവ് ചെയ്യാൻ നിങ്ങൾക്ക് 60% നോർമൽ സാലറി ആയിട്ടുള്ള കണക്കാക്കുന്നത്. 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 75% ഓഫ് EMI പേ ചെയ്യാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് ബാങ്കിന്റെ കാൽക്കുലേഷൻ. അപ്പൊ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഒബ്വിയസ്ലി നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, ഇത് കുറെ ഇപ്പൊ എന്തായാലും ഒരു പ്രൊഫൈലിൽ ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് കാണുമ്പോൾ കൂടുതൽ എങ്ങനത്തെ ആളുകളാണ് വരുന്നത്? അതായത് എലിജിബിലിറ്റി ഉള്ള ആളുകൾ കുറവായിരിക്കുമോ? അങ്ങനെയാണൊരു അത് വളരെ നല്ല ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു മെർസിഡീസ് ബെൻസിലൊക്കെ ഒരാൾ വന്ന് ഇറങ്ങുമ്പോ നമ്മളപ്പോ തന്നെ ആലോചിക്കും, ഇത്ര EMI ഉണ്ടായിരിക്കില്ല നമ്മൾ ചിന്തിക്കും. ബാങ്കിങ് ഫീൽഡ് ആയത് അങ്ങനെയാണ് ആദ്യമല്ലേ നിങ്ങളുടെ കാൽക്കുലേഷൻ? നമ്മള് പെൻസിൽ വന്നു അപ്പൊ എന്റെ കാൽക്കുലേഷൻ ഓക്കെ, ഒരു 1.5 ലക്ഷം രൂപയുടെ EMI ഇദ്ദേഹം പേ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും എന്റെ ഓഫ്കോഴ്സ്. EMI ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും, ബട്ട് അത് വളരെ കുറവാണ്. എല്ലാവരും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നത് കുറവാണ്. അതെ അതെ. അപ്പൊ നിങ്ങളൊരു റിച്ച് ലൈഫ് സ്റ്റൈൽ കാണുമ്പോ ഞങ്ങളുടെ പെർസ്പെക്ടീവിൽ ഞങ്ങൾ ചിന്തിരിക്കുന്നു, ഇദ്ദേഹം ഒരുപാട് EMI പേ ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രീതിയിൽ തന്നെ പേഴ്സണൽ ലോണ് അതുപോലെ തന്നെ ഹോം ലോൺ എല്ലാം കൂടെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻകത്തിന്റെ ഒരു അഷുറൻസ് ആണ്. അതെ അതെ, അത് പെട്ടെന്ന് അതിന് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഹോം ലോൺ ആണെങ്കിലും എല്ലാം സപ്പോർട്ടീവ് ആയിട്ട് ഇൻഷുറൻസ് പാക്കേജസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് പോവാ. എല്ലാ ലോൺസിലും നമുക്ക് ഇൻഷുറൻസ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് സഡൻലി വരുന്ന അൺസർട്ടനിറ്റി നമുക്ക് കവർ ചെയ്യാൻ യെസ് കവേർഡ് ആയിരിക്കും. ഈ ലോൺ എടുത്ത പീരീഡിനെ ഫുൾ അതിൽ കവേർഡ് ആയിരിക്കും. എനിക്ക് വളരെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു 26 വയസ്സുള്ള ഒരു ഒരു പെങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് ലോണിന് വേണ്ടി വന്നു 5 lakhs വന്ന്. എനിക്ക് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് വേണം. എന്റെ സീനിയേഴ്സ് പറഞ്ഞ ഇൻഷുറൻസ് ഇല്ലാണ്ട് കൊടുക്കണ്ട, ചെറിയ ഏജിൽ നിന്നു. അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തത്. 8 മാസത്തിന് ശേഷം പുള്ളി മൈസൂർ വെച്ചിട്ടുണ്ടായ ഒരു അപകടത്തില് 2 കൈ ആൾ നഷ്ടപ്പെട്ടു. ആ ലോണ് ICICI ലൊംബാർഡ് സെറ്റിൽ ചെയ്തു. ആൾക്ക് അഡീഷണൽ കുറച്ച് പൈസയും കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അതിനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കവറേജും കൂടെ ആഡ് ചെയ്യുന്നത്. അൺസർട്ടനിറ്റീസ് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലത്തെയുള്ള വീഡിയോസ് അറിയുന്നതിന് വേണ്ടി യൂട്യൂബ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.